ഇത് തെറ്റിദ്ധരിക്കരുത്, ഇത് പ്രതീക്ഷ മേടിച്ചു തന്നില്ല. പ്രതീക്ഷ ഒരു മുട്ടുസൂചി പോലും എനിക്ക് മേടിച്ചു തന്നിട്ടില്ല. ഇതെന്റെ ഒരു സ്പെഷ്യൽ ഫ്രണ്ട് എനിക്ക് ഇന്നുകൊണ്ട് തന്നാണ്. യുഎഇയിലെ റസൽ കൈമയുടെ ആ വലിയ വീട്ടിലേക്ക് രണ്ടു പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്താ സംഭവം? അതിപ്പോഴേക്ക് പത്രത്തിൽ വന്നോ? റാസൽ കൈമയിൽ ഞാൻ മാർച്ച് ഒരു ഹാഫ് ആകുമ്പോ പോകും. ഇതിന്റെ തന്ത ഞാനായിരുന്നെങ്കിൽ, എന്നെ അച്ഛാന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഇതിന്റെ തന്ത ഞാനായിരുന്നെങ്കിൽ ഇതിനെ തല്ലിക്കൊന്ന് ഞാൻ എന്നേ ജയിലിൽ കയറിയത്. പിന്നെ തെളിവുകൾ എന്തായാലും എല്ലാവരും കൊള്ളാം. ശാന്തിവിള ദിനേശനും കൊള്ളാം, രേണു സുധിയും കൊള്ളാം, 4-5 നാഷണൽ അവാർഡുള്ള പ്രതീഷ് ഏട്ടായിയും കൊള്ളാം. മൂന്നും കണക്കാ. സോ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം രണ്ടുപേരുടെ കോംബോ സോഷ്യൽ മീഡിയയിൽ മൊത്തം കറങ്ങി വരുന്നത് എല്ലാവരും കണ്ടോണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെ. വേറെ ആരുടെയും കാര്യമല്ല പറയുന്നത്, പ്രതീഷ് ഏട്ടായുടെയും രേണു സുധിയുടെയും കാര്യം തന്നെയാണ് പറയുന്നത്. കാരണം കുറേ നാളത്തെ ബ്രേക്കിന് ശേഷം ഇവരാണെങ്കിൽ പിന്നെ റീൽസിലോട്ട് വന്നേക്കും. എന്തോ തുറന്നാലും ഇവർ രണ്ടുപേരേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ പ്രതീഷ് ഏട്ടായി രേണു സുധി, യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ പ്രതീഷ് ഏട്ടായി രേണു സുധി, ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രതീഷ് ഏട്ടായി രേണു സുധി, എന്തോ എടുത്താലും ഇവരുടെ രണ്ടുപേരുടെ തല മാത്രമേ അതിനകത്തുള്ളൂ. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ, ഈ വീഡിയോ കാണുന്നവരത്ത് അമ്പലവും പള്ളികളും നിർമ്മിച്ചേക്കുന്നത് എന്തോത്തിന് വേണ്ടിയാ? നമ്മുടെ വിശ്വാസത്തിന്റെ പേരിലും അവിടെ പോയി പ്രാർത്ഥിക്കാനും വേണ്ടിയാ. അല്ലാതെ ഇതേവിട്ട് റീൽസ് എടുക്കാനും റീച്ച് വാങ്ങാനും അല്ലാതെ ഇതേവിട്ടുള്ള വിവരക്കേട് പോയി കിടന്ന് കാണിക്കാനും ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. കുറെ ദിവസം കൊണ്ട് ഇവരുടെ റീൽസ് എന്ന് പറയുമ്പോൾ ഈ അമ്പലങ്ങളിൽ മാത്രം പോയിരുന്ന് എടുക്കുന്ന റീൽസുകളാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോത്തിനെ ഈ അമ്പലങ്ങളിലും പള്ളികളിലും പോയി നിന്ന് ഇവർ റീൽസ് എടുക്കുന്നത്. റീച്ച് വാങ്ങാനാണെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും നിന്ന് അങ്ങ് റീച്ച് വാങ്ങിച്ചാൽ പോരെ. ഇതോട്ട് വിശ്വാസം മുതലെടുത്തിട്ട് അവിടെ കിടന്ന് വിവരക്കേട് കാണിക്കേണ്ട ആവശ്യമൊന്നും ഇവർക്ക് ഇല്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം രണ്ടുപേരും പിടിക്കുന്നില്ല. കുറെ നാളുകൾക്ക് ശേഷം ഇവരുടെ രണ്ടുപേരുടെ കോംബോ തിരിച്ചു കൊണ്ടുവന്ന് ആൾക്കാരിലോട്ട് ആർന്നിറങ്ങാൻ വേണ്ടി ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്ന് റീൽസ് ചിത്രീകരിക്കുന്ന രീതിയിൽ അവരുടെ റീൽസ് ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തോ പറ്റി? കുറെ മാസങ്ങൾക്ക് ശേഷം പ്രതീഷ് ഏട്ടയുടെ തല വന്നേക്കുന്നത്. അതായത് ദാസേട്ടനെ തള്ളിക്കളഞ്ഞെന്ന് അതിൻ്റെ അർത്ഥം. ദാസേട്ടൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ചേച്ചി ഒരു ആൽബം കണ്ട് എടുത്തിട്ടുള്ളൂ പുള്ളിക്കാരൻ്റെ കൂടെ, ദാസേട്ടൻ്റെ കൂടെ. അങ്ങനെ ആ ഒരു ആൽബം ഇഷ്ടംപോലെ തെറിവിളികൾക്കും മറ്റും ചേച്ചിക്ക് സഹായിച്ചെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ചേച്ചി ആണെങ്കിൽ പ്രതീഷ് ഏട്ടായുടെ കൂടെ ഒരു കോംബോ പിടിച്ച് ഇഷ്ടംപോലെ അവാർഡ് സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് കൂട്ടി നേരെ ബിഗ് ബോസിലോട്ട് പോയി. ബിഗ് ബോസിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പിന്നെയും ദാസേട്ടനെ തന്നെ പിടിച്ച് കുറേ ആൽബം സംഭവങ്ങളൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ തെറിവിളി കേൾക്കാത്തത് വരെ പുള്ളിക്കാരന് വാങ്ങിച്ചു കൊടുത്ത്. എന്തായാലും പുള്ളിക്കാരൻ തെറിവിളി കേട്ട് മടുത്തോണ്ടെന്ന് തോന്നുന്നു പ്രതീഷ് ഏട്ടായി പിടിച്ചേക്കുന്നത്. ഇനി കുറച്ച് തെറിവിളി എന്തായാലും പ്രതീഷ് ഏട്ടായിക്കും കേൾക്കാം. അതുകൊണ്ട് തന്നെ 2 കോംബോ വർക്കൗട്ട് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ബാൻഡാണ് ഇതിനെ രണ്ടിനെ സോഷ്യൽ മീഡിയ കയറ്റില്ല. എന്റെ ബലമായിട്ടുള്ള സംശയം എന്ന് പറയുമ്പോൾ രേണുസുധിയുടെ കൂടെ പ്രതീഷ് ഏട്ടായി കോംബോ പിടിച്ചതിന്റെ ഒരു കാരണം വൈൽഡ് എൻട്രി ആയിട്ട് പ്രതീഷ് ഏട്ടായെ കൊണ്ടു ചെന്ന് അവിടെ കഴിഞ്ഞ വർഷത്തെ ജാസ്മിനും ഗബ്രി ആക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് തോന്നുന്നത്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം അത് നടന്നില്ല. അതിനു മുമ്പേ രേണു ചേച്ചിയെ ബിഗ് ബോസ് ഇറങ്ങി വന്നതെന്ന് നിങ്ങൾ പലവരും പറയുമായിരിക്കും. പക്ഷേ ചേച്ചിക്ക് മനസ്സിലായിരുന്നു 2 ആഴ്ച കൊണ്ട് കഴിയുമ്പോൾ ചേച്ചി പുറത്ത് വരുമെന്ന്. അതിൻ്റെ പേര് ഇങ്ങനെ ഇറങ്ങി വന്നതാ. എന്തായാലും അടുത്ത സീസണെങ്കിലും പ്രതീഷ് ഏട്ടായിക്ക് പോകാൻ വേണ്ടി അത് തോന്നുന്നു ഇപ്പോൾ പിന്നെയും കോംബോ പിടിച്ചേക്കുന്നത്. എന്തായാലും അടുത്ത പ്രാവശ്യമെങ്കിലും പുള്ളിക്കാരൻ പോട്ടെ, അതാണ് നമുക്ക് നല്ലത്. കാരണം കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ച് പുള്ളിക്കാരൻ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു മാസത്തേക്ക് പിന്നെ പൊളിച്ചെടുക്കാൻ വേണ്ടി ഒന്നും വേണ്ട. ഇഷ്ടംപോലെ കണ്ടന്റ് പുള്ളിക്കാരെ ഇട്ട് തന്നു. ഇവരുടെ രണ്ടുപേരുടെ മനസ്സിലുള്ള കാര്യം എന്താണെന്നറിയോ? ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ ലോകേഷ് കനകരാജിന്റെ സിനിമയ്ക്കകത്താണ്. ആ ഒരു രീതിയിൽ ഇവരുടെ അഭിനയ സംഭവങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഷോർട്ട് ഫിലിമിലും ആൽബങ്ങളിലൊക്കെ അഭിനയിച്ച് ഇച്ചിരി ആൾക്കാർ കണ്ടെന്നും പറയാൻ ഈ പൊങ്ങി നടക്കുന്നത്. ഷോർട്ട് ഫിലിമിലല്ല ഞാൻ പറയുന്നത്, ഈ അഭിനയിക്കുന്ന 2 പേരെയാണ്. കാരണം അവിടെ ഓവറാക്ഷൻ ഇട്ടങ്ങ് ചളവാക്കില്ലേ, ഷോർട്ട് ഫിലിമിന്റെ ഇതും കൂടെ അങ്ങ് കളയും. എന്തായാലും നമുക്ക് കുറെ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന ചേച്ചിയുടെ ആദ്യത്തെ റീൽസ് ഒന്ന് പ്ലേ ചെയ്യാം, എന്നിട്ട് ബാക്കി പറയാം. പാർവണങ്ങൾ തേടും സോമം പോൽ പകരു നിന്ദാകോ. രണ്ടുപേരുടെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ പഞ്ചായത്തിലെ നയൻതാരയും വിജയും അന്നേ പറയത്തുള്ളൂ. അതുമാതിരി അഭിനയം വലിയ കാഴ്ച വെച്ചോണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, അതാണ് എനിക്ക് പിടിക്കാത്ത. ഇതേതാണ്ട് അമ്പലത്തിൽ എങ്ങാണ്ട് ചേച്ചിക്ക് എന്തോ പരിപാടിയോ പ്രോഗ്രാം പാട്ട് അങ്ങനെ എന്താണ് ഉണ്ടായത്. അതിന് പോയപ്പം പ്രതീഷ് ഏട്ടനെയും കൂടെ കൊണ്ടുപോയി കുറേ റീൽസ് സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത വീഡിയോ ഇപ്പം നമ്മൾ കണ്ട. ചേച്ചിക്കാണെങ്കിൽ റീച്ചിന് വേണ്ടി 50 റീൽസ് എങ്ങാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ വെച്ച്. ഒരു അഭിപ്രായം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് നെഗറ്റീവ് പറയുമ്പോഴാണ് ചേച്ചിക്ക് എനർജി കയറുന്നത്. നെഗറ്റീവ് പറയുന്നതോറും ചേച്ചിക്ക് പിന്നെ റീൽസ് എടുക്കാനുള്ള ഒരു ത്വര വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ചേച്ചി പിന്നെ റീൽസ് എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഒരു അവധി കിട്ടി വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ 50 റീൽസ് അപ്ലോഡ് ചെയ്യും. അതിൻ്റെ റീൽസ് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എനിക്ക് കാണാൻ വയ്യ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതെടുത്ത് റിയാക്ട് ചെയ്യാത്തത്. വിശ്വാസത്തിന്റെ പേരിൽ നിർമ്മിച്ച് ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇതോട്ടുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. അല്ലെ, രേണുസുധിക്ക് എന്തോന്ന് വിശ്വാസം? വീടിന് സ്ഥലം കൊടുത്ത ബിഷപ്പിനെ വരെ വിഷപ്പാമ്പെന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന രേണുസുധിക്ക് അന്ന് വിശ്വാസം. എന്തൊക്കെ പറഞ്ഞാലും ഇത് നമുക്ക് എങ്ങനെയെങ്കിലും സഹിക്കാം. പക്ഷേ ചേച്ചിയുടെ ഇടയ്ക്ക് വെച്ചുള്ള ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കുറ്റം പറച്ചിൽ വീഡിയോ ഉള്ളതുള്ളൂ. വീടിന്റെ പെയിന്റ് ഇളകി പോകുന്ന, വീട്ടിലോട്ട് വരാൻ വേണ്ടിയുള്ള സ്ഥലത്തിന് വഴിയില്ല എന്നൊക്കെ പറഞ്ഞുള്ള കുറ്റം പറച്ചിൽ വീഡിയോ മാത്രമേ ചേച്ചി ഇടുന്നുള്ളായിരുന്നല്ലോ. എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് അതിന് ഇച്ചിരി ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ബിഷപ്പിനെ ചീത്ത വിളിക്കുന്നതൊക്കെ ചേച്ചി നിർത്തി വെച്ചേക്കും.
എനിക്ക് തോന്നുന്നു ആ വക്കീൽ നോട്ടീസ് എന്നതിന്റെ പേരിലാണ് 2 കോടി രൂപ കൊടുക്കാൻ ചേച്ചിയുടെ കാണത്തില്ല. അതിന്റെ പേരിലായിരിക്കും ഇപ്പൊ ബിഷപ്പിനെ ഒന്നും ചീത്ത വിളിക്കാത്തത്. പിന്നെ സജിന ചേച്ചി മറ്റേ ചേച്ചി പിന്നീന്ന് കുത്തിക്കൊണ്ട് തന്നെ കൂടെ നിൽക്കാനും ആളില്ല. പിന്നെ ബിഷപ്പിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഒറ്റയ്ക്ക് എന്ന് കേൾക്കേണ്ടി വരും. ആ ഒരു പേരിലായിരിക്കണം രേണു ചേച്ചി ഇപ്പൊ ബിഷപ്പിനെ ഒന്നും കുത്തി നോവിക്കാത്ത. UAE-യിലെ റസൽ കൈമയുടെ ആ വലിയ വീട്ടിലേക്ക് രേണു പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്താ സംഭവം? അതിപ്പോഴേക്ക് പത്രത്തിൽ വന്നോ? റാസൽ കൈമയിൽ ഞാൻ മാർച്ച് ഒരു ഹാഫ് ആകുമ്പോ പോകും. എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോയില്ലേ പാപ്പിലോളി റോബി. അപ്പം ചേട്ടനൊക്കെയാണ് ആദ്യം ഇപ്പം റാസൽ കൈമയിലോട്ട് കൊണ്ടുവന്നത്. ഈ ഇവിടെ വലിയ വലിയ സിനിമാ നടന്മാരുടെ കാര്യം പോലും പത്രത്തിൽ വരുന്നില്ല. പിന്നെ ഈ രേണുസുതി ഏതാണ്ട് റാസൽ കൈമയിലെ വീട്ടിൽ താമസിക്കാൻ പോകുന്ന ആൾക്കാർ ഊഹിച്ചു വന്ന് പത്രത്തിൽ കൊടുക്കാൻ പോകുന്നു. വന്ന് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ഇടയ്ക്ക് വെച്ചൊരു സമയം ഉണ്ടായിരുന്നു രേണു ചേച്ചി എന്തെങ്കിലും ഇതേട്ടൊക്കെ വന്ന് പറയുമ്പോൾ നമ്മളതങ്ങ് സീരിയസ് ആയിട്ട് എടുത്ത് അതിന്റെ പുറകിലൊക്കെ പോകുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പം കേൾക്കുമ്പോഴും അതായത് രേണു ചേച്ചി കരയുമ്പോഴും ഒക്കെ നമുക്ക് ചിരിയാണ് വരുന്നത്. കാരണം അമ്മ അത് ഈ കോപ്രായ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ ഒന്ന് കാണിക്കുന്നത്. പിന്നെ എങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കും? ബോധമുള്ള ആരും ഇത് സീരിയസ് ആയിട്ട് കാണത്തില്ല. അതുകൊണ്ട് തന്നെ രേണു ചേച്ചി തല വെച്ചുകൊണ്ട് നടക്കും. പിന്നെ കുറെ അമ്മച്ചിമാര് ഫേസ്ബുക്ക് അമ്മായിമാരും ഒക്കെ രേണു ചേച്ചി എപ്പോഴും തല വെച്ചോണ്ട് നടക്കുന്നത്. ഇവിടെ പ്രൊമോഷൻ ചെയ്യാൻ അവിടെയുള്ള മലയാളികളൊക്കെ നമ്മളെ ഇഷ്ടമുള്ളവരൊക്കെ വന്ന് കാണണം. നമുക്ക് ദുബായിലെ പോലെ അടിച്ചു പൊളിക്കണം. അപ്പൊ റാസൽ കൈമയില് റോബി ചേട്ടനൊക്കെ പുതിയ റെസ്റ്റോറന്റിലോട്ടാണ് പോകുന്നത്. അതിന്റെ പേരൊന്നും ആയിട്ടില്ല, അത് ഉടനെ ആകും. അയ്യോ, പ്രതീക്ഷേട്ടയുടെ കൂടെ റീൽസ് എടുത്ത് ഇപ്പൊ ഞങ്ങളെയൊക്കെ വെറുപ്പിച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ ആ റാസൽ കൈമ പോയി കഴിയുമ്പോൾ കുറെ പാട്ടും ഡാൻസും പിന്നെയും കാണേണ്ടി വരുമെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം വരുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടി ബാറൊക്കെ ഉണ്ടോ? ചേച്ചിയുടെ ഇനാഗ്രേഷൻസ് സംഭവങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ വെളിനാട്ടിൽ പോകുന്നതെല്ലാം ബാറിന്റെ വല്ല ഇനാഗ്രേഷൻ ആയിരിക്കും. വേറൊന്നും കൊണ്ടല്ല, നെഗറ്റിവിറ്റിയാണ് അവർക്ക് വേണ്ടത്. നെഗറ്റിവിറ്റി കാരണം ആൾക്കാർ കൂടി. ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ നെഗറ്റിവിറ്റി റീച്ചായി മാറിക്കഴിഞ്ഞു. നെഗറ്റിവിറ്റി എവിടെ ഉണ്ടോ അവിടെ തന്നെ ഇപ്പൊ റീച്ച് കൂടി നിൽക്കുന്നത്. രേണു ചേച്ചിയുടെ വീഡിയോ ഉണ്ടാലും മനസ്സിലാവും, അവരുടെ ഓഡിയൻസിന്റെ സപ്പോർട്ട് ഉണ്ടാലും നമുക്കത് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ വന്നുള്ള ഡൗട്ട് എന്ന് പറയുമ്പോൾ ചേച്ചി ഇത് ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നത്, അതായത് പെയ്ഡ് ആയിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു. കാരണം ആൾക്കാരൊക്കെ അറിയാൻ വേണ്ടി ചേച്ചി പറയുന്നതിനേക്കാൾ ഉപരി ഒരാൾ ചോദിച്ച് ചേച്ചി പറയുമ്പോൾ അതിന് ഇച്ചിരി കൂടെ പ്രൊമോഷൻ രീതി കൂടത്തേ ഉള്ളൂ. അതിനുവേണ്ടി ചേച്ചി എനിക്കൊന്ന് ആ മീഡിയക്കാരന് പൈസ കൊടുത്തിട്ട് അങ്ങോട്ട് ചോദിപ്പിക്കുവാന്ന്. ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ നടക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതേ വിട്ടേ ഉള്ളൂ. എത്ര ദിവസം അവിടെ ഉണ്ടാവും? അവരൊരു 20 ദിവസമാണ് പറഞ്ഞത്. എനിക്ക് 20 ദിവസം നിൽക്കാൻ പറ്റില്ല, കാരണം തിരക്കാണല്ലോ. അതുകൊണ്ട് ഒരു 10 ദിവസം 15 ദിവസം മാക്സിമം നിൽക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് ഇവിടെ നാട്ടില് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൽബവും കാര്യങ്ങളും. അയ്യോ, 15 ദിവസം നിൽക്കാൻ പറ്റുമെങ്കിൽ ഒരു 5 ദിവസം കൂടെ കൂട്ടി നിൽക്കാനായിരുന്നു രേണു ചേച്ചിക്ക് പാട്. ചുമ്മാതാ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിട്ട് തള്ളുന്നേ. അപ്പൊ ആൾക്കാർ പറയുമല്ലോ എങ്ങനെ നടന്ന കൊച്ച ഇപ്പം തിരക്കാ, ഇഷ്ടംപോലെ പ്രോഗ്രാംസ് സംഭവങ്ങൾ വന്ന്. എന്തോ ഈ ചേച്ചി സത്യം പറഞ്ഞാൽ പറയുന്നേ. എന്തായാലും ചേച്ചി ആണെങ്കിൽ അവിടെ പോയി നിൽക്കുന്നതിന് ചേച്ചിക്ക് എന്തായാലും പേയ്മെന്റ് കൊടുക്കുക, ചുമ്മാ നിർത്തത്തില്ലേ? എന്തായാലും ചേച്ചി ഇനാഗ്രേഷൻ സംഭവങ്ങളും പോകുമ്പോൾ നല്ലൊരു പേയ്മെന്റ് തന്നെ ചേച്ചി ചോദിച്ചു മേടിക്കുന്നത്. അത് ബിഗ് ബോസിന്റെ ഒരു സംഭവം വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ചേച്ചി എങ്ങനെ പേയ്മെന്റ് ചോദിച്ച സംഭവങ്ങളും എല്ലാവർക്കും അറിയാം. അതേകൂട്ട് തന്നെ രേണു ചേച്ചി ഇനാഗ്രേഷൻ ഇപ്പം വന്നേക്കുന്ന വാർത്ത എന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ വരെ പേയ്മെന്റ് മേടിക്കുന്നുണ്ടെന്ന്. രേണു ചേച്ചി എല്ലാവർക്കും വേണ്ടത് നെഗറ്റിവിറ്റിയാണ്. സിനിമാ നടിമാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റീച്ചും കിട്ടത്തില്ല, അവിടെ ആ കടയിലൊന്നും ആരും കയറത്തില്ലെന്നും അറിയാം. പക്ഷെ രേണു ചേച്ചി റൂട്ട് നെഗറ്റീവ് വാരി എറിയുന്നവരെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ കയറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ കടയ്ക്ക് ഒരു നെഗറ്റിവിറ്റി വരും, റീച്ച് ആവും. ഇത് തെറ്റിദ്ധരിക്കരുത്, ഇത് പ്രതീക്ഷ മേടിച്ചു തന്നില്ല. പ്രതീക്ഷ ഒരു മുട്ടുസൂചി പോലും എനിക്ക് മേടിച്ചു തന്നില്ല. ഇതെന്റെ ഒരു സ്പെഷ്യൽ ഫ്രണ്ട് എനിക്ക് ഇന്ന് കൊണ്ട് തന്നാണ്. തൻസീറിന്റെ പുതിയ വർക്ക് ഞങ്ങളെ രണ്ടിനെയും വെച്ചിട്ടാണ്. അത് ഇപ്പം ലീവ് ചെയ്യുന്നില്ല, അടിപൊളി വർക്കായിരിക്കും. നിങ്ങൾക്ക് ആളാരാന്ന് മനസ്സിലായി കാണും. പ്രത്യേകിച്ച് ആരുമല്ല, രേണു ചേച്ചി നെഗറ്റിവിറ്റിക്ക് വേണ്ടി തന്നെ അവിടെ ഇട്ട് തന്നേക്കുന്നത്. കാരണം എന്ന് പറയുമ്പം വാലന്റൈൻസ് ഡേക്ക് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അത്. വാലന്റൈൻസ് ഡേക്ക് എടുത്തിട്ടുള്ള വീഡിയോയ്ക്ക് അത് ചേച്ചി ഒരു ഡയറി മിൽക്ക് പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പറയണേ നെഗറ്റിവിറ്റി പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി മാത്രം ആൾക്കാരിലോട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ചേച്ചി ഇങ്ങനെ. അത് ആൾക്കാർ പറയുമല്ലോ രേണുവിന് അത്ര ഇഷ്ടമുള്ളവർ കൊടുത്തയാ എന്ന് പറഞ്ഞൊരു ഇത് അങ്ങോട്ട് സൃഷ്ടിക്കണം. അത് പല മീഡിയാസിന്റെ ഫ്രണ്ടിൽ രേണു ചേച്ചി ഇന്റർവ്യൂവിനായിട്ട് വരുമ്പോൾ ചേച്ചി അവിടെ ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവം തന്നെ ഇത് നമ്മൾ പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളൊരു സംഭവം. എല്ലാം വേറെ റീച്ചിന് വേണ്ടിയും പ്രസന്നത്തിന് വേണ്ടിയും അതേവിട്ട് തന്നെ ഇതേവിട്ടുള്ള റിയാക്ഷൻ ചാനൽസ് ഇങ്ങനത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എടുത്ത് റിയാക്ട് ചെയ്യുന്ന രേണു ചേച്ചിക്ക് അറിയാം. അതിനുവേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അത് കാര്യം അത് റിയാക്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ചേച്ചി പിന്നെ തലത്താലം കളഞ്ഞു. എന്തായാലും എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു ചേച്ചിയെ കുറിച്ചുള്ളത് കമന്റ് ചെയ്ത് നമുക്ക് നോക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.